ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. നോർമലി നമ്മൾ സ്വീറ്റ് ഐറ്റം കുറവാണ് ഉണ്ടാക്കൽ, കൂടുതലായിട്ടും കറി ഐറ്റംസ് അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നുള്ളത് 3 ടേബിൾ സ്പൂൺ നെയ്യാണ്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച്, അതായത് നിങ്ങൾക്ക് കാഷ്നട്ടും മുന്തിരിയും ഇഷ്ടമാണെങ്കിൽ നമുക്ക് അധികം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിലോട്ടേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് റവയാണ്. അതായത് ഈ ഒരു അളവിൽ തന്നെ വേണം എടുക്കാൻ, കാരണം അളവ് കൂടിയാലും കുറഞ്ഞാലും ഇത് നന്നാവില്ല. അതാണ് മെയിൻ പോയിൻറ്റ്. പിന്നെ നമ്മൾ റവ ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത റവ വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ. പിന്നെ റോസ്റ്റ് ചെയ്തല്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഓൾറെഡി നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആദ്യം റവ എടുത്ത കപ്പിൽ തന്നെ 2.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കണക്ക് ശ്രദ്ധിക്കുക. അതായത് 1 കപ്പ് റവക്ക് 2.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നുള്ളത്. അതായത് നിങ്ങൾ എടുക്കുന്നതിൻ്റെ ഡബിളായിരിക്കണം എടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ജാഫ്രാണി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ ജാഫ്രാണി ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ എല്ലാ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുമില്ല. ചിലയിടത്ത് ഉണ്ടാവും, ചിലയിടത്ത് ഉണ്ടാവില്ല. അപ്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. കളറ് ചേർത്ത് കൊടുക്കാതിരിക്കുക, കാരണം നമ്മൾ ഹെൽത്താണല്ലോ മെയിൻലി ശ്രദ്ധിക്കുന്നുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത റവ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളക്കണമെന്നില്ല, തിളക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് നമ്മളെ റവ ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. അതൊന്ന് മെയിൻ ശ്രദ്ധിക്കുക. അതായത് റവ ഇട്ടതിന് ശേഷം കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ തന്നെ ചെയ്യുക, കാരണം ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചിട്ട് പോവും. നമ്മളത് ഇപ്പോൾ കട്ടൊന്നും പിടിച്ചിട്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാലോ. കട്ട പിടിച്ചാൽ നന്നാവില്ല, മെയിൻലി നന്നാവില്ല. കട്ട പിടിച്ചാൽ ടേസ്റ്റും പോവും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നന്നായിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെയെല്ലാം. പിന്നെ വേറെ എന്തുണ്ടെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, ഇളക്കലാണ്. കാരണം ഇളക്കിയില്ലെങ്കിൽ ഇത് നാശമായിപ്പോവും. നാശമെന്ന് വെച്ചാൽ ഉണ്ടക്കെട്ടിപ്പോവും, അതായത് കട്ട പിടിച്ചു പോവും. അപ്പം നന്നായി ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് റവക്ക് 2.25 കപ്പ് വെള്ളമല്ല നമ്മൾ ഒഴിച്ചത്. പിന്നെ നമ്മൾ പഞ്ചസാര 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ അത്ര മധുരം ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കേസരിക്ക് മധുരം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഫുള്ള് ചേർത്ത് അത് കുറച്ചായിട്ട് ഇട്ടിളക്കുക. ആ സമയം കൊണ്ട് അതായത് പഞ്ചസാര അതിലേക്ക് മിക്സ് ചെയ്യും തോറും അതൊരു ലൂസായി വേറൊരു ടെക്സ്ചറായി മാറും. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നന്നായി വിട്ട് വരണം. ആ സമയത്തായിരിക്കും നമ്മൾ കേസരി റെഡിയാവുക. അതായത് നന്നായി അങ്ങോട്ടേക്ക് ഇട്ട് ഇളക്കുന്ന സമയത്ത് നന്നായി ഇങ്ങനെ ഇളകി പോരണം.
ആ ഒരു ടൈം വരെ നന്നായിട്ട് എന്താണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ പാനിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇട്ട പഞ്ചസാരൻ്റെ പാനി അതിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതായത് കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് വേണം ഇളക്കാൻ. കാരണം ഇല്ലെങ്കിൽ എന്താണ് ഒന്നിച്ചിട്ട് ഇളക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളങ്ങനെ ചെയ്യുന്നുള്ളത്. ഇതിപ്പോൾ മിക്സാക്കാൻ തന്നെ കുറച്ച് പാടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് ചേർത്താൽ നമുക്ക് കഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളെ പാത്രം കൂടി കുറച്ച് ചെറുതായി പോയി എടുത്തത്. നന്നായി വെള്ളം വരുന്നുണ്ട്. അതായത് പഞ്ചസാര അലിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടുക. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി വിട്ടു പോരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് എന്താണ് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള നെയ്യ് എന്ന് പറയുന്നത് അതായത് ഹോം മെയ്ഡാണ്. എന്താണ് മറ്റേ കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഹോം മെയ്ഡാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും വിട്ട് വരാൻ തുടങ്ങി, നല്ല ക്രീമി ആയിട്ട് വിട്ട് വരാൻ തുടങ്ങി ചട്ടിയിൽ നിന്ന്. ഈ ഒരു പരിവ് ആകുന്ന സമയത്താണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പോൾ നമ്മൾ കേസരി സെറ്റായി വന്നു. ഇനി നമുക്ക് അതിലോട്ടേക്ക് വറുത്തെടുത്ത കാഷ്യൂവും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാത്ത കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഓരോരോ സ്റ്റെപ്പിലേക്കും നിങ്ങൾ കാണുന്തോറും ഓരോ റെസിപ്പി ഇടാനുള്ള ആ ഒരു ടെൻഡൻസി വരാനുള്ള കാരണം ഇടുന്നതിനനുസരിച്ചിട്ട് വ്യൂസ് വരുമ്പോഴാണ്. ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. സെയിം ലൈക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യ് പറ്റൂലെങ്കിൽ അത്ര നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് അത്ര നെയ്യ് ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിവാക്കി. പക്ഷേങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 6 ടേബിൾ സ്പൂൺ ടോട്ടൽ ചേർത്ത് കൊടുക്കണം. എന്നെങ്കിൽ ആ ഒരു സിൽക്കി ടൈപ്പ് ആവും. അതായത് ഓയിലി ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായി പരത്തി കൊടുക്കുക. അപ്പോൾ സിമ്പിളാണ്, കുറച്ച് ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബിലാൽ കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് മധുരത്തിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വെള്ളത്തിൻ്റെയാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.